എവിടെ നിന്നൊക്കെയോ ഉള്ള ഒരുപാട് പേരുടെ സ്നേഹവും സപ്പോർട്ടും കരുതലൊക്കെ കൊണ്ട് നമ്മൾ ഈ ഒരു ചാനൽ നമുക്ക് ഇതുവരെ എത്തിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും മുന്നോട്ട് നിങ്ങളെല്ലാവരുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ വേണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, നമ്മളൊരു അമ്മേനെ കാണാൻ പോയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ ഒരു മെസ്സേജിനെങ്കിലും റിപ്ലൈ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു മധുരക്കിഴങ്ങ് മേടിച്ചിട്ട് ഒത്തിരി ദിവസം ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഈ ഒരു മധുരക്കിഴങ്ങ് കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചായിരുന്നു എന്തായാലും ഇതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കാണ് പിറ്റന്നൊക്കെ ആയപ്പോൾ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് മാറ്റി വെച്ചിരിക്കും, ചള്ളായി പോണ സാധനം അല്ലല്ലോ, മേടിച്ചാൽ എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇന്നലെ രാത്രിയിൽ എടുക്കുന്നത്. പിന്നെ ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെയാണ് വോയിസ് ഇടുന്നത്. ഇന്നലെ രാത്രിയിൽ എടുത്തൊക്കെ വെച്ചെങ്കിൽ നമുക്ക് പിന്നെ അത് എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് ഒത്തിരി സമയം എടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ നമ്മൾ ഈ ഒരു പിച്ചാത്തി എടുത്ത് വെച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് മണ്ണ് പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കളയാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നമ്മളിതിൻ്റെ തൊലിയൊന്നും ചുരണ്ടി കളയാൻ വേണ്ടിയിട്ടല്ല. തൊലി ഒരു കാരണവശാലും ചുരണ്ടി കളയരുത്. പിന്നെ അതിൻ്റെ കുഴി പോലെ വേരൊക്കെ പോയിരിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെയൊക്കെ ചെറിയ രീതിയിൽ മണ്ണൊക്കെ പറ്റിയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് കുത്തിയെടുത്ത് ഇതുപോലെയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി എടുക്കണം. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയിൽ പൊതഞ്ഞിരിക്കുന്ന സാധനമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അതിനെ വൃത്തിയാക്കിയൊക്കെ എടുക്കുക. നല്ല രീതിയിൽ അഴുക്കും കാര്യങ്ങളും ഈ ഒരു വെള്ളം കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇത്രയും രീതിയിൽ ഞാൻ കഴുകി ഇത് കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് പേര് ഇതിൻ്റെ ഈ തൊലി ഉണ്ടല്ലോ അതിനെ അങ്ങ് ചുരണ്ടി കളയുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇത്രയും കഴുകി ഇതെല്ലാം റെഡിയാക്കിയൊക്കെ ഒന്ന് കാണിച്ചു തരുന്നത്. നേരത്തെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്യുമ്പോൾ മൊത്തം ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണല്ലോ നമ്മൾ തുടങ്ങുന്നത് തന്നെ. പിന്നെ അത് മാത്രമല്ല, ഇപ്പോഴും നമ്മൾ ഈ ഒരു മധുരക്കിഴങ്ങ് എങ്ങനെയാണോ വൃത്തിയാക്കി എടുത്തിരിക്കുന്നത് ഈ ഒരു രീതിക്ക് തന്നെ നനകിഴങ്ങ് വൃത്തിയാക്കി എടുക്കാനായിട്ട് നോക്കണം. നനകിഴങ്ങ് മേടിച്ചും കൊണ്ട് വന്നിട്ട് അതിൻ്റെ തൊലി ചുരണ്ടി കളയാനായിട്ട് നോക്കരുത്. വെള്ളത്തിലിട്ട് കൈ കൊണ്ട് ഇതുപോലെ തന്നെ മണ്ണ് മൊത്തത്തിൽ തിരുമ്മി കഴുകി കളഞ്ഞതിന് ശേഷം കട്ട് ചെയ്തിടണം. അത് നനകിഴങ്ങ് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് 4ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് നോക്കരുത്. അത് റൗണ്ടിന് മാത്രമേ കട്ട് ചെയ്യുകയും ചെയ്യാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നനകിഴങ്ങ് കട്ട് ചെയ്യാനായിട്ട്. പിന്നെ മധുരക്കിഴങ്ങാണെങ്കിലും നമ്മൾ സാധാ കപ്പ വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് അത് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ 4ആയിട്ടാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊത്തിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നനകിഴങ്ങിൻ്റെ കാര്യം. നനകിഴങ്ങെന്ന് നമ്മളിവിടെയൊക്കെ പറയുന്ന പേരാണ്, നിങ്ങളെ നാട്ടിലൊക്കെ എന്ത് പേരാണ് പറയണതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും അത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വൃശ്ചിക മാസമൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നനകിഴങ്ങ് മേടിക്കാനായിട്ട് കിട്ടും പുറത്തുനിന്ന്. അപ്പോൾ അതെന്തായാലും മേടിച്ചും കൊണ്ട് വന്നിട്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്തായാലും ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോഴത്തേക്കും അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ അത് മാത്രമല്ല, നമ്മളെ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ കൂടെ എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് നമ്മളെ വീഡിയോസ് കാണുന്നുണ്ട്. അതിലൊരാളാണ് ആലുവയിലുള്ള ഒരു ചേച്ചി, ജിജി എന്നാണ് ചേച്ചിയുടെ പേര്. അപ്പോൾ ചേച്ചിയുടെ മോനാണെന്നുണ്ടെങ്കിൽ സുഖമില്ലാതെ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും മോന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. മോൻ നല്ലതുപോലെ സുഖമായി വരാനും ചേച്ചിക്ക് നാളെ ഒരു തണലായി മാറാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം. ഭക്ഷണമാണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും ചേച്ചി എല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴും മരുന്ന് കൊടുക്കണം, ഹോസ്പിറ്റലിൽ പോക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാണ് ചേച്ചി മുന്നോട്ട് പോണത്. പിന്നെ ഇവിടെ എവിടെയെങ്കിലും ആയിരുന്നെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം അമ്മേനെ ഞാൻ കാണാൻ പോയല്ലോ. അപ്പോൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാനിവിടെ അടുത്ത് എവിടെയെങ്കിലും ആയിരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ വന്നനായിരുന്നു. പക്ഷേ എനിക്കും കാണാനായിട്ടൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ സാഹചര്യം കൊണ്ട് നമുക്ക് പറ്റാഞ്ഞിട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മളെല്ലാവരുടെയും പ്രാർത്ഥന ചേച്ചിക്കും മോനും ഒക്കെ ഉണ്ട്. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുക. അപ്പോഴിതിൻ്റെ കൂടെ തന്നെ മധുരക്കിഴങ്ങ് നല്ലതുപോലെ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. 4ആയിട്ടൊക്കെയാണ് ഞാൻ കട്ട് ചെയ്തൊക്കെ എടുത്തത്. പിന്നെ അതിന് ശകലം ഞാൻ എടുത്ത് കഴിച്ച് നോക്കി. നല്ല മധുരം ഉണ്ട് കേട്ടോ. പച്ചയ്ക്ക് കഴിക്കാനായിട്ട് നല്ല ഒരു ടേസ്റ്റാണ്, നല്ല കരിമുരായിരിക്കും. കരിമുരായിരിക്കുന്നൊക്കെ നമ്മളിവിടെ പറയണത്, നിങ്ങളവിടെയൊക്കെ എങ്ങനെ പറയുമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇനി ഇത് ഒന്നും കൂടെ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പം നേരത്തെ നമ്മൾ കഴുകി ഇപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം കഴുകിയിട്ട് ഈ ഒരു പാത്രത്തിലിട്ടിട്ടാണ് നമ്മളിതിനൊന്ന് വേവിച്ചെടുക്കുന്നത്. കുക്കറിനകത്തിട്ട് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് അലുത്ത് പോകും. അലുത്ത് പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് അങ്ങ് വെന്തങ്ങ് പോകുമല്ലോ, കുഴഞ്ഞ മാതിരി അങ്ങ് വരുവേ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചരുവ പാത്രത്തിനകത്ത് വെച്ച് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചതിന് ശേഷം ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് കേട്ടോ ഈ ഒരു മധുരക്കിഴങ്ങ്. എളുപ്പം വെന്ത് കിട്ടും, ഒരുപാട് സമയമൊന്നും വേണ്ട. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി പേര് പറയുന്നുണ്ട് കാണാനായിട്ട് ആഗ്രഹമുണ്ടെന്നൊക്കെ. അപ്പോൾ എന്തായാലും വീഡിയോയിൽ ഞാൻ വരുന്നുണ്ട്, ഉടനെ തന്നെ വരും. എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും എന്തായാലും കാണാനായിട്ട് പറ്റും. അതുപോലെ എവിടെയെങ്കിലും വെച്ചാണെങ്കിൽ പോലും നമുക്കൊന്ന് തിരിച്ചറിയാനോ അല്ലെങ്കിൽ കാണാനോ കണ്ട് മിണ്ടാനും സംസാരിക്കാനും ഒക്കെ പറ്റുമല്ലോ. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ആരെയും നോക്കി നമ്മൾ ഉള്ളിലോട്ട് വലിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ച്, അപ്പോൾ എന്തായാലും ഉറപ്പായിട്ട് മുന്നോട്ട് പോകും. ജീവിച്ചേ പറ്റൂ. കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ടുണ്ട്. നമ്മളെ ലക്ഷ്യത്തിലൊക്കെ നമുക്ക് എത്തണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എന്തായാലും ഇനിയിപ്പോൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് എന്തായാലും മുന്നോട്ട് തന്നെ കാണും. അപ്പം നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് സ്നേഹം ഒക്കെ വേണം.
അപ്പോൾ നേരത്തെ നമ്മൾ മധുരക്കിഴങ്ങ് വെച്ച് കൊടുത്ത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല പുട്ട് മാതിരി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കപ്പയൊക്കെ വേവിക്കുമ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ പറയും നല്ല പുട്ട് മാതിരി വെന്ത് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ നല്ലതുപോലെ വെന്ത് കിട്ടി. മറ്റത് ഞാൻ അടുപ്പിൽ വെച്ചിരിക്കുന്നത് ചായക്ക് വെച്ചിരിക്കുമായിരുന്നേ. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ ഉപ്പൊഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. തിളച്ച് വന്നപ്പോഴാണ് കേട്ടോ ഉപ്പൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ മാറ്റി ഒരു ലേശം ഗ്യാപ്പിട്ട് വെച്ചിട്ടുണ്ട്. അടപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നീരാവിയൊന്നും ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എനിക്കുള്ള ചായ എടുത്തിട്ടുണ്ട്, മോക്കുള്ള ചായ ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം എടുത്ത്, പിന്നെ അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം അമ്മേനെ കാണാൻ പോയപ്പോഴത്തേക്ക് അമ്മയ്ക്ക് കൊണ്ട് തരാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനിവിടെ കുറച്ച് മുളകൊക്കെ എടുത്ത് വെച്ചിരുന്നത്. പക്ഷേ ഇറങ്ങാൻ നേരത്തെ എടുക്കാനായിട്ട് വിട്ടുപോയി. ഇനിയിപ്പോൾ എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് കുറച്ച് മുളക് ഞാൻ കൊണ്ടുതരാം. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരുന്ന മുളക് ഞാനിപ്പോൾ ഇങ്ങ് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിനൊന്ന് ഉടച്ച് റെഡിയാക്കി എടുക്കാനായിട്ടുണ്ട്. നമ്മൾ മധുരക്കിഴങ്ങ് നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കട്ടൻ ചായയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല നമ്മൾ ഈ ഒരു മധുരക്കിഴങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ മുളക് ഉടച്ചെടുക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ നേരത്തേക്ക് ഒത്തിരി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോഴും നമ്മൾ മധുരക്കിഴങ്ങ് ഇനിയിപ്പോൾ ഈ ഒരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. ഇത് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. കറക്റ്റ് പാകത്തിന് നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഓരോ നാട്ടിലും ഓരോ പേരിലൊക്കെ ആയിരിക്കും പറയുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഒരു മധുരക്കിഴങ്ങിന് എന്ത് പേരാണ് പറയുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് വിട്ടു പോകരുതേ. പിന്നെ ഈ ഒരു മധുരക്കിഴങ്ങ് നമ്മളിപ്പോൾ എങ്ങനെയാണോ വേവിച്ചെടുത്തിരിക്കുന്നത് ഈ ഒരു രീതിക്ക് തന്നെ നിങ്ങൾ വേവിച്ച് കഴിക്കാനായിട്ട് നോക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേര് എളുപ്പത്തിന് വേണ്ടിയിട്ടും പിന്നെ ഞാൻ ഒത്തിരി ചെറിയ ഷോർട്ട് വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. മധുരക്കിഴങ്ങ് എടുത്തിട്ട് നമ്മൾ ഈ ഇഡ്ഡലി പാത്രത്തിനകത്ത് വെള്ളം ഒഴിച്ചതിന് ശേഷം തട്ട് മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് പറക്കി വെച്ചിട്ടൊക്കെ ഇങ്ങനെ അവിച്ചെടുത്ത് കഴിക്കുന്ന കണ്ടിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്തെടുക്കാനായിട്ട് നോക്കരുത്. നമ്മൾ വെള്ളത്തിലിട്ട് വേവിച്ച് കഴിക്കേണ്ട സാധനങ്ങൾ വെള്ളത്തിലിട്ട് തന്നെ വേവിച്ച് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ട് കഴിക്കാനായിട്ടൊക്കെ നോക്കണം. കൂടുതലായിട്ടൊന്നും എനിക്കതിനെപ്പറ്റി പറഞ്ഞു തരാനായിട്ടൊന്നും എനിക്കറിയത്തില്ല. പണ്ട് കാലം മുതലേ നമ്മൾ ചെയ്തുകൊണ്ട് വന്നിരുന്ന ഒരു രീതിയാണ്. എളുപ്പത്തിന് വേണ്ടിയിട്ടൊന്നും എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടൊന്നും ഒരിക്കലും ഒരു കാരണവശാലും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകരുത്. നല്ല രീതിക്ക് നമ്മൾ നേരായ വഴിക്ക് നമ്മൾ എങ്ങനെയാണോ എന്ത് കാര്യങ്ങളാണോ ചെയ്യുന്നത് ആ ഒരു രീതിക്ക് തന്നെ ട്രൈ ചെയ്ത് നോക്കാനായിട്ടൊക്കെ പോകണം. അപ്പോൾ എന്തായാലും ഇതിൻ്റെ മുകൾ ഭാഗത്തിരിക്കുന്ന തോടൊക്കെ ഞാനിങ്ങനെ ഇളക്കി എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ വിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് വെന്ത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ എന്തായാലും നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിടുന്ന വീഡിയോസിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു ബെൽ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആദ്യം കാണുന്ന ഓൾ എന്നൊരു ഓപ്ഷൻ കാണിക്കും. അതിൽ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. വീഡിയോ ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും, കമൻറ്റ് ഇടാനും മറക്കല്ലേ.